ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അല്ലേ, മോൾക്ക് സ്ലൈഡും വളയും ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളെ എക്സാമിൻ്റെ കാര്യം ഓർത്തത്. എക്സാമിന് തീർച്ചയായിട്ടും ബോർഡ് വേണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇതുണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ അതും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു മോൾക്ക്. പിന്നെ ഇത് 2-3 ദിവസം മുമ്പുള്ള എടുത്ത വീഡിയോയാണ്. എക്സാം തുടങ്ങിയിട്ട് 2 ദിവസമായി, കുറച്ച് ദിവസമല്ല 2 ദിവസമായി. അപ്പോൾ ഇന്നാണ് ഇത് ഇടാൻ പറ്റിയത് വീഡിയോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം നോക്കുകയാണ്. ഞങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ പകുതി അവൾക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. സ്ലൈഡായിരുന്നാലും വളയായിരുന്നാലും അവൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവൾ ഉപയോഗിക്കാറുള്ളൂ. എങ്കിലും എന്ത് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലും ഭയങ്കര സന്തോഷമാണ് അവൾക്ക്. പിന്നെ ഞാനും ഉമ്മായും മാത്രമാണ് പോയത്. ബിസ്മി ഇല്ല, ബിസ്മി വേറൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. പിന്നെ കുഞ്ഞ് വാവയുണ്ട്, അവൾക്കും വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്ക് വളയും മാലയൊന്നും അവൾക്ക് ഈ പ്രായത്തിലൊന്നും ഉള്ളതൊന്നും ഇല്ല, വളയൊന്നും ഇല്ല ഈ പ്രായത്തിലുള്ള. ഞങ്ങൾ നോക്കി. പിന്നെ കരിവള മാത്രമേ ഉള്ളൂ. അപ്പോൾ കരിവളയൊക്കെ ഇഷ്ടം പോലെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ മോൾക്ക് പഠിക്കാനായിട്ട് ഒരു ബുക്കും വാങ്ങിച്ചു. വീട്ടിൽ വെച്ച് പഠിക്കാനാണ്, സ്കൂളിലല്ല. അവൾക്ക് വീട്ടിൽ എത്ര ബുക്ക് വാങ്ങിച്ചാലും അവൾക്ക് തികയില്ല. ഒരാഴ്ച വല്ലതും അത് ഉപയോഗിക്കും. പിന്നെ വേറെ ബുക്ക് വാങ്ങിക്കേണ്ടി വരും. പിന്നെ അവൾ നശിപ്പിച്ച് കളയുന്നതൊന്നുമല്ല, പഠിക്കുന്നത് തന്നെയാണ്. എല്ലാം എഴുതി പഠിക്കും. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഒരു ടോപ്പ്, ഒരു പാൻറ്റ്, പിന്നെ മോൾക്ക് വള. ഇത് കുഞ്ഞ് വാവയ്ക്കാണ് 2 നിക്കർ വാങ്ങിച്ചത്. അവൾക്ക് ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ അവൾക്ക് വേറെ വള വാങ്ങിച്ചു. വള വാങ്ങിച്ചപ്പോൾ അവൾക്കത് ഇത്തിരി വലുതാണ്, കളർ വളയാണ്. കരിവള മാത്രമേ ഈ പ്രായത്തിൽ അവൾക്ക് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിട്ട് നോക്കിയിട്ട് അത് വലുതാണ്, അങ്ങ് കയറി പോവുകയാണ് വള. പിന്നെ ടോപ്പ് വാങ്ങിക്കാമെന്നും പറഞ്ഞ് പോയതല്ല, അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ മഞ്ഞ പാൻറ്റാണ് വാങ്ങിച്ചത്. ഇത് കണ്ട റെഡായിട്ട് തോന്നുമെങ്കിലും റെഡല്ല, ഓറഞ്ചാണ്. ഓറഞ്ച് കളറാണ്. ഇതിൽ കാണുമ്പോൾ നമുക്ക് ചുവപ്പായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇത് ഓറഞ്ചാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മഞ്ഞ പാൻറ്റാണ് വാങ്ങിച്ചത്. മഞ്ഞ പാൻറ്റും മഞ്ഞ ഷോളുമാണ് പറഞ്ഞത്. പക്ഷേ ഷോളില്ല. അപ്പോൾ അവർ ഈ കളർ ഷോള് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കളറിൻ്റെ പാൻറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ കളറിൽ വേറൊരു പാൻറ്റ് ഇരുന്നുകൊണ്ട് അത് കൊണ്ടുപോയി വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് അവർ പറഞ്ഞു. പിന്നെ ഈ സ്ലൈഡ് ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഇതേപോലത്തെ വേറെ സെറ്റ് ഉണ്ടായിരുന്നു, അത് കളർ പോകുന്നതാണ്, ഇതേപോലത്തെ അല്ല. അങ്ങനെ ഈ മാലയാണ് വാങ്ങിച്ചത്. ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഈ മാല. സ്ലൈഡ് കണ്ടു, എന്ത് ഭംഗിയാണെന്നോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഈ കാണും പോലെയൊന്നും അല്ല, നല്ല ഭംഗിയാണ് കാണാൻ. ഈ സ്ലൈഡ് ഇരുന്ന കവർ ആദ്യമായിട്ട് പൊട്ടിച്ച ഞങ്ങളാണ്, വേറെ ആരും വാങ്ങിച്ചില്ലായിരുന്നു. ഞങ്ങളാണ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഈ സ്ലൈഡും ഇതും വെള്ള കളറാണ്. ഇതിൽ വേറെ പല കളറുണ്ടായിരുന്നു. ഇത് പിന്നെ മോൾക്ക് സ്കൂളിൽ വെച്ചുകൊണ്ട് പോകാൻ കണക്കിന് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അവൾക്ക് ബുധനാഴ്ച വെള്ള പാവാടയും നീല ബനിയനുമാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വാങ്ങിച്ചതാണ്. പിന്നെ 2 സെക്കൻഡ് കുത്ത് കമ്മൽ വാങ്ങിച്ചു. കാതിൽ കിടന്ന കമ്മൽ വെള്ളിയാണ്, സ്വർണ്ണം കിടന്നത് മോള് വള കൊണ്ട് വലിച്ചപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി സ്വർണ്ണത്തിലത്. പിന്നെ ഒരു വെള്ളി വാങ്ങിച്ചിട്ടു. വെള്ളി കണ്ട് ഭംഗിയുണ്ട് വാങ്ങിച്ചതാണ്. എന്ന് വെച്ചാൽ സ്വർണ്ണം അത് മാറ്റി വാങ്ങിച്ച് വേറെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ വെള്ളിയിലത് കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടു. അത് പിന്നീട് മാറ്റി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ വെള്ളിയിൽ ഇട്ടതിന് ശേഷം കാത് ചെറുതായിട്ട് പഴുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് ഇത് വാങ്ങിച്ചു ഇട്ടു. ഇനി നെടുമങ്ങാട് പോകുമ്പം വേണം വേറെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ മോൾക്ക് കുഞ്ഞ് വാവയ്ക്ക് വള ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ചെറിയ കറക്റ്റായിട്ടൊക്കെ തോന്നും, പക്ഷേ വലുതാണ്. അവളെ കയ്യിൽ നിന്ന് ഊരി പോകും. അവളെ മുഖം കണ്ടാലേ അറിയാം. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മോൾക്ക് കുറച്ചുകൂടെ വലുതായാലേ ഈ വള ഇടാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. കണ്ടപ്പോൾ ഭംഗി കണ്ട് വാങ്ങിച്ചതാണ്. മൂത്ത മോൾക്കും അങ്ങനെ തന്നെയാണ്. എവിടെ വള കണ്ടാലും ഞങ്ങൾ വാങ്ങിക്കും. പക്ഷെ അവൾ കുഞ്ഞായിരുന്നപ്പം ഈ പ്രായത്തിലൊക്കെ തന്നെയാണ് വാങ്ങിക്കും. അവൾക്ക് കൊണ്ടുവന്ന് ഇട്ട് നോക്കുമ്പോൾ വലുതായിരിക്കും. പിന്നെ അത് വെച്ചിരിക്കും, കവർ പോലും പൊട്ടിക്കില്ല, അങ്ങനെ തന്നെ വെച്ചിരിക്കും. പിന്നെ അവൾ വലുതാകും തോറും അതെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷിഫാനാക്ക് വളയും മാലയും
സ്ലൈഡ് ഒന്നും വയ്ക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പം വയ്ക്കാൻ തുടങ്ങിയത് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ്. സ്കൂളിൽ ആദ്യമായിട്ട് LKG പോയ സമയത്തിന് വള, മാല, സ്ലൈഡ് ഇതൊന്നും ഇവിടെ ഉപയോഗിക്കില്ലായിരുന്നു. പിന്നെ ആയപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓരോ കുട്ടികൾ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ട് വന്നപ്പോഴത്തേക്ക് അവൾ പിന്നെ ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, എനിക്ക് വളയില്ലേ, മാലയില്ലേ, സ്ലൈഡില്ലേ എന്നൊക്കെ. പിന്നെ ആയപ്പോഴത്തേക്ക് അവൾ എല്ലാം മാലയൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ 2 കൊമ്പ് കെട്ടും, റിബൺ കെട്ടും, ബോ വയ്ക്കും. അങ്ങനെയൊക്കെ ആയാണ് ഇപ്പോൾ എല്ലാം വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ സെക്കൻഡ് കുത്തെടുത്തിട്ടു. എൻ്റെ കാതിൽ കിടന്ന് വെള്ളിയിലതിട്ടപ്പോൾ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ മാറ്റിയിട്ടാണ് ഇതിട്ടത്. ഇനി നെടുമങ്ങാട്ട് പോകുന്ന സമയത്തിന് ഒരു സെക്കൻഡ് കുത്ത് വാങ്ങിക്കണം. അതെന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇത് തന്നെ ഇട്ടിരിക്കാം. മഴ ആയതുകൊണ്ട് തുണിയൊന്നും ഉണക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് തുണിയെല്ലാം അവിടെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത്. മോളെ തുണികൾ മാത്രമേ അങ്ങനെ ഇടുള്ളൂ. അങ്ങനെ മോള് സ്കൂളിൽ നിന്ന് വന്നിട്ട് സന്തോഷത്തോടെയാണ് നോക്കുന്നത്. അവൾ സന്തോഷം കാണണം. മാലയും വളയും ബുക്കും എല്ലാം കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷം നോക്കിയേ. അവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അവൾക്ക് ബുക്കൊക്കെ നോക്കിയിട്ടും അവൾക്ക് മതിയാവുന്നില്ല. അവൾക്ക് പിന്നെ എത്ര ബുക്ക് ഉണ്ടായിരുന്നാലും അവൾക്ക് തികയില്ല. പിന്നെ എല്ലാം എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, ഇതെടുക്ക്, ഇത് വീഡിയോയിലെടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇവൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് കാണിച്ചിട്ട് ഇത് വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇതൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരിക്കും. അവൾ മുഖം കണ്ടാൽ നമുക്കറിയാം സന്തോഷം കൊണ്ടാണെന്ന്. അവൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സ്ലൈഡ് എടുത്തിട്ട് പറഞ്ഞു, ഇത് എനിക്ക് മാച്ചാണ്, എൻ്റെ യൂണിഫോമിന് മാച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടംപോലെ വളയും മാലയും സ്ലൈഡും എല്ലാം ഉണ്ട്. ഇനി അതൊക്കെ അടുക്കി വാരിയൊക്കെ വെക്കണം. ഈ സ്കൂളിൽ പോകുന്ന നേരത്തെ എല്ലാം വലിച്ച് വാരി അങ്ങ് ഇട്ടിരിക്കും, ഓരോ ബോക്സിൻ്റെ അകത്താക്കി. ഇതൊരു ബോക്സാണ്. ഇതേപോലത്തെ 2-3 ബോക്സും കൂടെ അവൾക്കുണ്ട്. ഇത് വയ്ക്കുന്ന എന്ന് വെച്ചാൽ സ്ലൈഡും മാലയൊക്കെ വയ്ക്കുന്ന ബോക്സുണ്ട്. ഇനി അതും കൂടെ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.